Hello students, അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഒരു പവർ സീരീസിന്റെ കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഏത് ഇന്റർവെല്ലിലാണ് അതിന് കൺവേർജൻസ് ഉണ്ടാവുക, അതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ യൂസ് റേഷ്യോ ടെസ്റ്റ് ഓർ റൂട്ട് ടെസ്റ്റ് ടു ഫൈൻഡ് ദ ഇന്റർവെൽ വെർ ദ സീരീസ് കൺവേർജസ് അബ്സല്യൂട്ട്ലി. റേഷ്യോ ടെസ്റ്റിലോ റൂട്ട് ടെസ്റ്റിലോ പറയുന്ന കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് മിക്കവാറും ഒരു ഇൻ്റർവെൽ ആയിട്ട് മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ ആർ ഓർ എ മൈനസ് ആർ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ പ്ലസ് ആർ ഒരു ഇൻ്റർവെൽ ഫോമിലായിരിക്കും ഇത് കിട്ടുന്നുണ്ടാവുക. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഇൻ്റർവെൽ കിട്ടുക. ഇത് ഞാൻ പറഞ്ഞു മോഡ് എ ലെസ് ദാൻ ബി ആണ് എങ്കിൽ മൈനസ് ബി ലെസ് ദാൻ എ ലെസ് ദാൻ ബി എന്നാണ് എഴുതുക. അപ്പോൾ അത് വെച്ചിട്ട് ഇത് മൈനസ് ആർ ലെസ് ദാൻ എക്സ് മൈനസ് എ ലെസ് ദാൻ ആർ എന്നാണ് എഴുതുക. പിന്നെ ത്രൂ ഔട്ട് ഒരു എ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടുക. അത് നമ്മൾ ആ ഇൻ്റർവെൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാൽക്കുലേഷൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ആ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്ന കാര്യം, ഇഫ് ദ ഇൻ്റർവെൽ ഓഫ് ആബ്സല്യൂട്ട് കൺവേർജൻസ് ഈസ് ഇൻഫിനിറ്റ് ടെസ്റ്റ് ഫോർ കൺവേർജൻസ് ഓർ ഡൈവേർജൻസ് അറ്റ് ദ എൻഡ് പോയിന്റ്സ്. ഇപ്പോൾ ചിലപ്പോൾ ആബ്സല്യൂട്ട് കൺവേർജൻസ് ഉള്ള ആ ഒരു ഇൻ്റർവെല് ഇൻഫിനിറ്റ് അല്ല, ഫൈനൈറ്റ് ആണ് എങ്കിൽ, ഒരു ഫൈനൈറ്റ് ഇൻ്റർവെൽ ആണ് കിട്ടണമെങ്കിൽ എൻഡ് പോയിന്റ്സ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു ആറും എക്സ് ഈക്വൽ ടു മൈനസ് ആറും റേഡിയസ് ഓഫ് കൺവേർജൻസ് എത്രയാണോ അതിൻ്റെ പ്ലസും മൈനസും അതാണ് രണ്ട് എൻഡ് പോയിന്റ്സ് വരിക. അതല്ല എക്സ് മൈനസ് എ ഈക്വൽ ടു ആർ എന്നാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് എ ഈക്വൽ ടു പ്ലസ് ആറും എക്സ് മൈനസ് എ ഈക്വൽ ടു മൈനസ് ആറും. എ ആണ് അതിൻ്റെ സി ആയിട്ട് വരുന്നത്, സെൻറ്റർ ആയിട്ട് വരുന്നതെങ്കിൽ എബൌട്ട് എ വരുന്ന സീരീസ് ആണ് എങ്കിൽ കേട്ടോ. അതാണ് രണ്ട് എൻഡ് പോയിന്റ്സ് വരിക. ഓക്കെ, അതായത് എക്സ് മൈനസ് എ ഹോൾ റേസ് ടു 1, എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ, എക്സ് മൈനസ് എ ഹോൾ ക്യൂബ് അങ്ങനെ പോണ ഒരു സീരീസ് ആണ് എങ്കിൽ അതിൻ്റെ രണ്ട് എൻഡ് പോയിന്റ്സ് വരിക എക്സ് മൈനസ് എ ഈക്വൽ ടു ആറും എക്സ് മൈനസ് എ ഈക്വൽ ടു മൈനസ് ആറും ആണ്. കറസ്പോണ്ടിങ്ങിൽ എക്സ് ഈക്വൽ ടു എ പ്ലസ് ആറും ആൻഡ് എക്സ് ഈക്വൽ ടു എ മൈനസ് ആറും അതാണ് രണ്ട് എൻഡ് പോയിന്റ്സ് വരിക. അപ്പോൾ ആ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസിൻ്റെ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടും. ഇതുമാണ് ഇതിൻ്റെ രണ്ട് എൻഡ് പോയിന്റ്സ് വരിക. ആ രണ്ട് എൻഡ് പോയിന്റ്സിലും നമ്മൾ കൺവേർജൻസും ഡൈവേർജൻസും ചെക്ക് ചെയ്യണം. ഇനി ഇഫ് ദി ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് ഈസ് ദിസ്, then the series diverges for mod x minus a greater than r. mod x minus a greater than r എന്ന് പറയുമ്പോൾ ആ സർക്കിളിൻ്റെ പുറത്ത് അത് ഡൈവേർജൻ്റ് ആയിരിക്കും. കാരണം nth ടേം ടെൻസ് ടു 0 എന്നുള്ളത് കിട്ടില്ല. nth ടേം ടെൻസ് ടു 0 ആയാലല്ലേ അവിടെ കൺവേർജൻസ് ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കി നോക്കാം. For what values of x do the following power series converge? 4 സീരീസ് തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ എടുത്തിട്ട് ചെയ്യാം. Apply ratio test to the series sigma mod un where un is the nth term of the series. അപ്പോൾ ഇവിടെ റേഷ്യോ ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതിൽ മോഡ് un പ്ലസ് 1/un ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മോഡ് എടുക്കുമ്പോൾ തന്നെ ഈ മൈനസിൻ്റെ ഇത് പ്ലസ് ആയി മാറും. പിന്നെ മോഡ് എക്സ് റേസ് ടു എൻ ബൈ എൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ യു എൻ പ്ലസ് 1 എന്ന് പറയുമ്പോൾ നിങ്ങളത് ഇവിടെ എല്ലാ സ്റ്റെപ്പ് എഴുതിയിട്ടില്ല, നിങ്ങൾ എഴുതുമ്പോൾ ഫുൾ സ്റ്റെപ്പ് എഴുതിയിട്ട് ചെയ്യാം. യു എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 വരും. യു എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു എൻ ബൈ എൻ ആണ്. ആ എൻ മുകളിലേക്ക് പോകും. അപ്പോൾ എൻ ബൈ എൻ പ്ലസ് 1 ഇങ്ങനെ വരും. എൻ ബൈ എൻ പ്ലസ് 1 വരും റെസിപ്രോക്കൽ എടുക്കുമ്പോൾ. ഇവിടെയാണെങ്കിൽ മുകളിൽ എക്സ് റേസ് ടു എൻ പ്ലസ് 1ഉം താഴെ എക്സ് റേസ് ടു എന്നും ആണ് വരിക. ഇത് രണ്ടും മോഡുലസ് വാല്യൂവിൻ്റെ ഉള്ളിൽ എഴുതുക. ആ സ്റ്റെപ്പ് നിങ്ങൾ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു എക്സ് റേസ് ടു എൻ ക്യാൻസൽ ചെയ്ത് പോയിട്ട് മോളിൽ ഒരു എക്സ് മാത്രമാവും. അപ്പോൾ ഇതാണ് കിട്ടുക. അപ്പോൾ ആ സെൻറ്റൻസ് ടു ഇൻഫിനിറ്റി. ഇനി ഇതിൽ നിന്ന് ഒരു എൻ ഇവിടെയുണ്ട്, ഇവിടെ നിന്ന് ഒരു എൻ ഔട്ട് സൈഡ് എടുത്ത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എൻ ക്യാൻസൽ ആവും. പിന്നെ ഇവിടെ ബാക്കി 1 + 1/n ആണ് ബാലൻസ് ഉണ്ടാവുക. അപ്പോൾ നോട്ടിൽ എഴുതുമ്പോൾ അതുപോലെ തന്നെ എഴുതുക. അപ്പോൾ ആ സെൻറ്റൻസ് ടു ഇൻഫിനിറ്റി, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് un പ്ലസ് 1 un കണ്ടുപിടിക്കുക. അതാണ് നമുക്ക് ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാനുള്ള മാർഗം കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് un പ്ലസ് 1/un കണ്ടുപിടിക്കുക. അതിൽ നിന്ന് നമുക്ക് റേഡിയസ് ഓഫ് കൺവേർജൻസ് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ എക്സ് വരുന്നത് കൊണ്ട് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇത് 1 + 1/n ആയിട്ടുണ്ടാവും. ഇവിടെ കംപ്ലീറ്റ് 1 ആയിട്ട് കിട്ടും. പിന്നെ മോഡ് എക്സ് മാത്രം അപ്പോൾ അവിടെ ബാക്കി ഉണ്ടാവുള്ളൂ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇവിടെ മോഡ് എക്സ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഈ ടേം കൺവേർജ് ചെയ്യുന്നത് മോഡ് എക്സിലേക്കാണ് എന്ന് കിട്ടും.
അപ്പോൾ നമുക്കറിയാം മോഡ് എക്സിൻ്റെ വാല്യൂ, എക്സിൻ്റെ വാല്യൂസിൽ എക്സ് മോഡ് എക്സിൻ്റെ വാല്യൂ <1 ആകുമ്പോൾ 1നേക്കാളും താഴെ വന്നാൽ മാത്രമേ അത് കൺവേർജ് ചെയ്യുള്ളൂ. അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് എഴുതുകയാണ് ദ സീരീസ് കൺവേർജസ് ആബ്സല്യൂട്ട്ലി ഫോർ മോഡ് എക്സ് <1 ആൻഡ് ഡൈവേർജസ് ഫോർ മോഡ് എക്സ് <1. കാരണം എന്താ, ഈ ഡൈവേർജൻസ് വരാനുള്ള കാരണം അതിൻ്റെ nth ടേം 0ലേക്ക് കൺവേർജ് ചെയ്യില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മോഡ് എക്സ് <1 ആണ് അതിൻ്റെ ഇൻ്റർവെലായിട്ട് നമുക്ക് കിട്ടണത്. ഇനി നമുക്ക് ഈ ഓരോ പോയിന്റിൽ ഇത് ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ എക്സ് ഈക്വൽ ടു ഇനി എൻഡ് പോയിന്റിലും കൂടി കൺവേർജൻസ് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റേഡിയസ് ഓഫ് കൺവേർജൻസ് 1 ആണ്. അപ്പോൾ എക്സ് എബൌട്ട് 0 ആയതുകൊണ്ട് എക്സ് മാത്രമേ ഇവിടെയുള്ളൂ. അപ്പോൾ എക്സ് ഈക്വൽ ടു 1ലും എക്സ് ഈക്വൽ ടു -1ലും നമുക്ക് ഈ സീരീസിൻ്റെ കൺവേർജൻസ് കൂടി ഒന്നുകൂടി ചെക്ക് ചെയ്യണം. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഗിവൺ സീരീസിൽ എക്സ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഹാർമോണിക് സീരീസ് ആണ്. നമുക്കറിയാം, ഓൾറെഡി നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഇത് ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് ആണ്. ഇത് നമ്മൾ കൺവേർജൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ അത് കൺവേർജ് ചെയ്യും എന്ന് എഴുതി വെക്കാം. ഇനി എക്സ് ഈക്വൽ ടു -1ൽ നമുക്കിതാ ഇതാണ് കിട്ടുക. ഇത് നെഗറ്റീവ് ഓഫ് ദ ഹാർമോണിക് സീരീസ് ആണ്, പക്ഷേ ഇത് ഡൈവേർജ് ചെയ്യും എന്നും നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡൈവേർജ് ചെയ്യും എന്ന് എഴുതി വെക്കുക കേട്ടോ. കാരണം ഹാർമോണിക് സീരീസ് കൺവേർജസ് ഫോർ -1 x < 1 വരുന്നുള്ളൂ. -1ൽ അതിന് ഡൈവേർജൻസ് ആണുള്ളത്. അപ്പോൾ അതും ഒരു ഫാക്റ്റാണ്. അപ്പോൾ അത് ഓൾറെഡി രണ്ടും നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അത് മുമ്പ് പഠിച്ച കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഒന്നല്ലെങ്കിൽ നിങ്ങളത് അവിടെ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ മുൻപ് പഠിച്ച കാര്യം ഓർമ്മയുണ്ടാവണം കേട്ടോ. അടുത്ത പ്രോബ്ലം നോക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ്. അപ്പോൾ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം ഈ റേഷ്യോൻ്റെ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡ് UN+1/UN ചെയ്ത് അതിൻ്റെ കൺവേർജൻസ് എവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കണം. ഡൈവേർജൻസ് എവിടെയാണ് എന്നുള്ളതും മനസ്സിലാക്കണം. പിന്നെ ഈ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഒരു ഫൈനൈറ്റ് നമ്പർ ആണെങ്കിൽ അതാത് എൻഡ് പോയിന്റ്സിലും അതിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്ത പ്രോബ്ലത്തിൽ മോഡ് UN+1/UN ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് നമുക്ക് ഇതിൽ ഈ -1n-1 എന്നുള്ളത് പോകും. കാരണം അത് മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ പ്ലസ് ആയി പോകും. പിന്നെ ബാക്കി ഈ ടേം ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ UN ആണിത്. UN+1/UN ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മോഡ് UN+1/UN ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാൽക്കുലേഷന് ശേഷമുള്ള ടേമാണ് ഇവിടെ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് എഴുതുക. ഇവിടെ UN+1 കൊടുക്കുമ്പോൾ ഇവിടെ n+1 വരും, ഇവിടെയും n+1 വരും. അപ്പോൾ x⁻²n+2 -1 ദാറ്റ് ഈസ് 2n+1 വരും. ഇവിടെ അതെ 2n+1 വരും. പിന്നെ മറ്റേത് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ക്രോസ് ചെയ്ത് വെട്ടിക്കളയാവുന്നതൊക്കെ വെട്ടിക്കളഞ്ഞ ശേഷമാണ് നമുക്ക് 2n-1/2n+1 × x² എന്നുള്ള ടേം കിട്ടുക കേട്ടോ. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് വീണ്ടും ഇതിൽ കാൽക്കുലേഷൻ ഉണ്ട്. ഇവിടെ നിന്ന് n ഔട്ട് സൈഡ് എടുക്കുക, ഇവിടെ നിന്ന് n ഔട്ട് സൈഡ് എടുക്കുക, ക്യാൻസൽ ചെയ്ത് കളയുക, എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഒരുപാട് പ്രോബ്ലംസിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്. ആ സ്റ്റെപ്പൊക്കെ ഇപ്പോൾ നിങ്ങൾ തന്നെ ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. എന്നിട്ട് ഇതിൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും കേട്ടോ. അപ്പോൾ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ദിസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. അപ്പോൾ ഇത് ഈ ഒരു ടേം 1 ആയിട്ട് പോവും. ബാക്കി ഉണ്ടാവുക x² ആണ്. സോ ദിസ് വാല്യൂ കൺവേർജസ് ടു x² ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എന്ന് കിട്ടും. ഓക്കെ, ഇനി അഗെയിൻ നമുക്ക് ഈ എക്സ് ഉള്ള വാല്യൂ ആയതുകൊണ്ട്, അല്ലെങ്കിൽ സാധാരണ ചിലപ്പോൾ നമുക്ക് ഇവിടെ ഒരു നമ്പറാണ് കിട്ടിയെങ്കിൽ വളരെ എളുപ്പമാണ്. അതാണ് അതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു വാല്യൂ കിട്ടിയതുകൊണ്ട് ഇതിൻ്റെ കൺവേർജൻസ് എവിടെയാണെന്ന് നോക്കണം. ഇത് x² എന്ന് പറയുന്ന സീരീസ് എക്സ് വലുതായി പോയി കഴിഞ്ഞാൽ അത് എന്തായാലും ഡൈവേർജ് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൺവേർജൻസ് നമുക്ക് പറയാൻ പറ്റുക x² <1 ആണെങ്കിലാണ്. ചെറുതാണ് എങ്കിൽ 1നേക്കാളും ചെറുതാണ് എങ്കിൽ ഈ സീരീസ് ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണ് എന്ന് പറയാം. സോ ദിസ് സീരീസ് കൺവേർജസ് ആബ്സല്യൂട്ട്ലി ഫോർ x² <1. ഇതും അതേ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഡയറക്റ്റ് എഴുതിയത് കേട്ടോ. x² എന്ന് പറയുന്ന സീരീസിൻ്റെ വാല്യൂ ഈസ് <1 ആകുമ്പോൾ മാത്രമേ അത് കൺവേർജ് ചെയ്യുള്ളൂ. >1 ആകുമ്പോൾ അത് ഡൈവേർജ് ചെയ്യും. കാരണം nth ടേം 0ലേക്ക് പോവില്ല. <1 ആകുമ്പോൾ ഇത് നമ്മൾ സ്ക്വയർ ചെയ്യും തോറും ഈ വാല്യൂ ചെറുതായിക്കൊണ്ടേയിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ അത് കൺവേർജ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി നമുക്ക് എൻഡ് പോയിന്റിൽ ചെക്ക് ചെയ്യണം. നേരത്തെ ചെയ്ത പോലെ തന്നെ x=1ൽ നമുക്ക് ഇങ്ങനെ ഒരു സീരീസാണ് കിട്ടുക. വിച്ച് കൺവേർജസ് ബൈ ദി ഓൾട്ടർനേറ്റിംഗ് സീരീസ് തിയറം. ഇത് ഓൾറെഡി നമ്മൾ ചെയ്തത് വെച്ചിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്.
പിന്നെ ഓൾസോ എക്സ് ഈക്വൽ ടു -1 ആകുമ്പോൾ ഓൾട്ടർനേറ്റിംഗ് സീരീസ് തന്നെയാണ് കണ്ടീഷൻ ഫോർ കൺവേർജൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇതൊന്നും ഇവിടെ ഇങ്ങനെ വെറുതെ വേർഡ്സിൽ എഴുതി വെക്കാതെ ഓൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ തിയറം യൂസ് ചെയ്തിട്ട് ഇതിവിടെ ചെയ്ത് തന്നെ കാണിക്കണം കേട്ടോ. ഓർമ്മയില്ലേ ലെബനിറ്റ്സ് ടെസ്റ്റ്? ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ലെബനിറ്റ്സ് ടെസ്റ്റ് വെച്ചിട്ട് ഈ 2 സീരീസും ഇവിടെ കൺവേർജൻ്റ് ആണ് എന്നുള്ളത് ചെക്ക് ചെയ്ത് തന്നെ നമ്മൾ കാണിച്ച് കൺവേർജൻ്റ് ആണ് എന്നുള്ളത് കാണിച്ച് വെക്കണം. ഓക്കെ, എന്നാലാണത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അവിടെയും നമുക്ക് കൺവേർജൻസ് കിട്ടും. അതുകൊണ്ട് അതിൻ്റെ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് അപ്പോൾ എൻഡ് പോയിന്റിലും ഉണ്ട്, x² < 1 ഉണ്ട്, അതുപോലെ x ഈക്വൽ ടു -1 +1 ഉണ്ട്. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ തന്നെയും ഇത് -1 x < 1 ആണ് കിട്ടുക. ഇപ്പോൾ x ഈക്വൽ ടു 1 x ഈക്വൽ ടു -1 കൺവേർജൻസ് ഉണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ -1 < x < 1 ആണ് അതിൻ്റെ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് വരിക. നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ -1 ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് -1 ഇവിടെ ഉണ്ടാവുള്ളൂ, ഈക്വൽ ടു വരില്ല, -1 ഇല്ലാത്തതുകൊണ്ട്. അതിനാണ് ആ എൻഡ് പോയിന്റ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ -1 x < 1 ആയിരുന്നു കഴിഞ്ഞ പ്രോബ്ലത്തിൽ. ഈ പ്രോബ്ലത്തിൽ നമുക്ക് 2 ഇൻ്റർവെല്ലിലും കൺവേർജൻസ് കിട്ടുന്നുണ്ട്, 2 എൻഡ് പോയിന്റിലും കൺവേർജൻസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് -1 < x < 1 അവിടെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് ആയിട്ട്. ഓക്കെ, ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് റൂട്ട് എടുക്കുമ്പോൾ വീണ്ടും x < 1 അല്ലെങ്കിൽ |x < 1 കിട്ടുള്ളൂ. |x² ഉണ്ട് കേട്ടോ ഇവിടെ, ശരിക്കും |x² ഉണ്ട്. x² ആയതുകൊണ്ട് മോഡ് ഒഴിവാക്കിയതാണ്. അപ്പോൾ x < 1 എന്ന് പറഞ്ഞാൽ -1 x < 1 എന്നുള്ളതാണ് ആദ്യം ഇൻ്റർവെൽ കിട്ടുക. പിന്നെ എൻഡ് പോയിന്റിൽ ചെക്ക് ചെയ്ത ശേഷമാണ് ഇങ്ങനെയാക്കി എഴുതുക. അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ, അതിൻ്റെ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ്. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിൻ്റെ nth ടേം നോക്കാം. x⁻n/n എന്നാണ്. അപ്പോൾ ഇവിടെയും നമ്മുടെ ഇൻ്റർവെൽ ചെക്ക് ചെയ്യണമെങ്കിൽ un+1/un ലിമിറ്റ് n→∞ എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ un+1/un എന്നുള്ള കാൽക്കുലേഷൻ അത് നിങ്ങൾ തന്നെ ചെയ്യാൻ പഠിക്കണം. ചെയ്യുമ്പോൾ നമുക്ക് |x / n+1 ആണ് കിട്ടുക. ആസ് n→∞ ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റി വരും. സോ ദിസ് ടെൻസ് ടു 0 ആസ് n→∞ എന്നാണ് കിട്ടുക അല്ലേ. അപ്പോൾ ഇത് 0ലേക്ക് ടെൻഡ് ചെയ്യും. അപ്പോൾ ഇത് 0ലേക്ക് ടെൻഡ് ചെയ്യും എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ എല്ലാ എക്സിനും ഈ സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ എളുപ്പത്തിൽ പ്രോബ്ലം ചെയ്യാം. എല്ലാ എക്സിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് പറയേണ്ട ആവശ്യമില്ല. എല്ലായിടത്തും അത് പ്ലെയിനിലെ എല്ലായിടത്തും അത് കൺവേർജൻ്റ് ആണ്. എല്ലാ എക്സ് വാല്യൂസിനും അത് കൺവേർജൻ്റ് ആണ്. പ്ലെയിനിലെ എല്ലാ റിയൽ ലൈനിലെ എല്ലായിടത്തും അത് കൺവേർജൻ്റ് ആണ്. അപ്പോൾ ഇൻ്റർവെൽ പറയേണ്ട കാര്യമില്ല. ഓക്കെ, അടുത്തത് 4ാമത്തെ നോക്കാം. n⁴ x⁻n ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ un+1/un അതാണ് ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കേണ്ട മാർഗം. |un+1/un ലിമിറ്റ് n→∞ എടുക്കുക. ആദ്യം കാൽക്കുലേഷൻ ചെയ്യുക. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് n+1 × |x ആണ് കിട്ടുക. n+1 × |x എന്ന് പറയുമ്പോൾ ദിസ് ടെൻസ് ടു ഇൻഫിനിറ്റി ആസ് n→∞. n ന്യൂമറേറ്ററിലാണ് വരുന്നത് അല്ലേ. ദിസ് ടെൻസ് ടു ഇൻഫിനിറ്റി ആസ് n→∞ അൺലെസ് അറ്റ് x ഈക്വൽ ടു 0. x 0 ആകുമ്പോൾ മാത്രം ഇത് മൊത്തത്തിൽ 0ലേക്ക് പോകും അല്ലേ. അപ്പോൾ അൺലെസ് അറ്റ് x ഈക്വൽ ടു 0. അപ്പോൾ 0 ഒഴികെ ബാക്കി എല്ലാ പോയിന്റിലും ഇത് കൺവേർജൻ്റ് ആണ്, ഡൈവേർജൻ്റ് ആണ്. ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ. അപ്പോൾ ദ സീരീസ് ഡൈവേർജസ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് x എക്സെപ്റ്റ് അറ്റ് x ഈക്വൽ ടു 0. ഈ വാല്യൂ ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടിയാൽ മാത്രം നമുക്കത് കൺവേർജൻ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കിട്ടിയതൊരു ഇൻഫിനിറ്റ് വാല്യൂ ആണ്. അതുകൊണ്ട് സീരീസ് ഡൈവേർജസ് ഫോർ ഓൾ വാല്യൂസ്. ഒരു ഫൈനൈറ്റ് വാല്യൂ ആകെ 0ൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ 0ൽ മാത്രം ഇത് കൺവേർജൻ്റ് ആണ്, ബാക്കി എല്ലായിടത്തും ഇത് ഡൈവേർജൻ്റ് ആണ്. അങ്ങനെ എഴുതി വെച്ചാൽ മതി. കറക്റ്റായിട്ട് ഇൻ്റർവെലൊന്നും പറയണ്ട, അങ്ങനെ എഴുതി വെച്ചാൽ മതി. ഇതൊരു ഫൈനൈറ്റ് വാല്യൂ ആണെങ്കിലാണ് നമുക്ക് ആ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻഫിനിറ്റി ആണ് എങ്കിൽ ഓൾ വാല്യൂസിന് ഡൈവേർജൻ്റ് ആണ് എന്ന് എഴുതി വയ്ക്കുക. ഏതെങ്കിലും എക്സെപ്ഷൻ ഉണ്ടെങ്കിൽ എക്സെപ്റ്റ് ദാറ്റ് പോയിന്റ് ബാക്കി എല്ലായിടത്തും അത് ഡൈവേർജൻ്റ് ആണ് എന്ന് എഴുതി വയ്ക്കുക. 0ലേക്കാണ് പോകണമെങ്കിൽ എല്ലാ പോയിന്റ്സിലും കൺവേർജൻ്റ് ആണെന്നുള്ളതാണ് കിട്ടുക. ഫൈനൈറ്റ് നമ്പറൊക്കെയാണ് കിട്ടണമെങ്കിൽ
ഇതുപോലെ ഫൈനൈറ്റ് നമ്പറൊക്കെയാണ് കിട്ടണമെങ്കിൽ ആ സർക്കിളിൻ്റെ ഉള്ളിലും കൺവേർജൻറ്റും സർക്കിളിൻ്റെ പുറത്തേക്ക് ഡൈവേർജൻറ്റും ആണെന്നുള്ളതും എൻഡ് പോയിന്റിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എവിടേക്കാണോ കൺവേർജൻറ്റ് വരുന്നത് എവിടേക്കാണോ ഡൈവേർജൻറ്റ് വരുന്നത് അതിനനുസരിച്ച് ഈ ഇൻ്റർവെലും സെറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് പ്രോബ്ലം